ശ്രീ നന്ദു, ഇവിടെ രാഷ്ട്രീയ പൊള്ളത്തരങ്ങൾ, PR വർക്കുകൾ എല്ലാം തകൃതിയായി നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നമ്മൾ കണ്ടതാണ് എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഓരോരോ മേഖലകൾ, വകുപ്പുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ നടത്തുന്നത് എന്നുള്ളത്. പക്ഷേ ജനം ഏതു രീതിയിലായിരിക്കും ഇക്കാര്യങ്ങളെ വിലയിരുത്തുന്നത്? കാരണം നമുക്കറിയാം, ഇത്തവണ ഒരു യുവതലമുറ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അവരുടെ വോട്ട് എന്ന് പറയുന്നത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഇത്രയും നാൾ നടത്തിയ രാഷ്ട്രീയ നാടകങ്ങൾ പോലെയല്ല ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ള ഏറെ പ്രത്യേകത കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏതു രീതിയിലുള്ള വിലയിരുത്തലുകളാകും പ്രാഥമിക ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും കേരളത്തിനകത്ത് ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവുമുണ്ട്. ഭരണപക്ഷം അവരുടെ വികസന നേട്ടങ്ങളെ ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരേണ്ടത് എന്നുള്ള രാഷ്ട്രീയമാണ് കേരളം ആഗ്രഹിക്കുന്നത്. പ്രതിപക്ഷം ഏതൊക്കെ തരത്തിലാണ് പ്രതിപക്ഷത്തിൻ്റേതായ റോൾ കൃത്യമായി നടപ്പിലാക്കിയത് എന്ന് ജനങ്ങളോട് അവതരിപ്പിക്കാനുള്ള അവസരവും മെച്ചപ്പെട്ട ഭരണം എങ്ങനെ കൊണ്ടുവരും എന്ന് പറയേണ്ട സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നിർഭാഗ്യവശാൽ നാളിതുവരെ ഈ പറയുന്ന പാറ്റേണിലായിരുന്നില്ല രാഷ്ട്രീയം മുന്നോട്ട് പോയിരുന്നത്. ഇവിടെ വരുന്ന ആദ്യം തന്നെ ഇവിടെ അരാഷ്ട്രീയവാദത്തിൻ്റെ അല്ലെങ്കിൽ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തേണ്ട വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദുഷ്ടലാക്കോടുകൂടി ചില രാഷ്ട്രീയ നാടകങ്ങൾക്ക് തുടക്കമിട്ടത് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹം വന്നിരുന്ന് വായിൽ വരുന്നതെന്തും കോതയ്ക്ക പാട്ട് മാതിരി ഒരു ഡീൽ വിവാദം തുടങ്ങി വയ്ക്കുകയാണ്. അതിൻ്റെ ചുമട് പിടിച്ചുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ ശമിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ മുഖ്യമന്ത്രി ആ ഡീൽ വിവാദത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനിയൻ ബാബ ചേട്ടൻ ബാബയൊക്കെ കളിച്ചുകൊണ്ട് ജമ്മനും തുമ്മനുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങുന്നത് മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിണങ്ങി അതിനൊപ്പം സംവാദത്തിന് വിളിക്കും, സംവാദത്തിന് പോകാമെന്ന് പറയുന്നു, പിന്നെ ഫേസ്ബുക്ക് സംവാദമാകുന്നു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ കൃത്യമായി സംസാരിക്കേണ്ട അല്ലെങ്കിൽ ഉയർന്നു വരേണ്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളെയൊക്കെ തളച്ചിടുന്ന ഒരു രാഷ്ട്രീയ സമീപനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 69 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ജനാധിപത്യ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ വിലയിരുത്തിക്കൊണ്ട് സംസാരിച്ചാൽ എന്താണ് കേരളത്തിന് മികച്ചത് എന്ന് പറയാനായി കേരളത്തിലുള്ളത്? കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനു മുൻപ് 2011 മുതൽ 2016 വരെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDFും കേരളം ഭരിച്ച 15 വർഷത്തെ സമീപഭാവിയിലെ 15 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോവാൻ തുടങ്ങിയത് ഈ 15 വർഷം കൊണ്ടാണ്. കേരളത്തിനകത്തെ വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായത് ഈ 15 വർഷം കൊണ്ടാണ്. അതിന് മുൻപ് മികച്ചതായിരുന്നു എന്ന അഭിപ്രായം എനിക്കില്ല. ഒരുപാട് നാളുകൾക്ക് മുൻപൊക്കെ മികച്ചതായിരുന്നു എന്ന് ഞാൻ പറയാം. പക്ഷേ അതിന് മുൻപും വലിയ കേമമായിരുന്നു എന്നല്ല, പക്ഷേ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡേർഡിനെ പോലും തകർക്കാൻ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ഇവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇവിടെ കേരളത്തിനകത്ത് പച്ചയായ വർഗീയതയും കേരളത്തിന് അകത്ത് അപ്രസക്തമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കും മാത്രമായി ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിനെ മാറ്റുന്ന സാഹചര്യമാണ് കേരളത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഇവിടെ കേരളത്തിലെ ആരോഗ്യരംഗം തകരുമ്പോൾ അതിനകത്ത് 69 വർഷക്കാലം ഭരിച്ചവർക്ക് തുല്യമായ പങ്കില്ലേ? കേരളത്തിനകത്ത് ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയും വ്യവസായ മേഖലയും തകർന്നു തരിപ്പണമായപ്പോൾ ഈ പറയുന്ന 2 പേർക്കും കൃത്യമായ പങ്കില്ലേ? കേരളത്തിനകത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്നും ദരിദ്രരായി, ഇന്നും പോഷകാഹാരക്കുറവ് കൊണ്ട് പട്ടികജാതി കോളനികളിൽ നിന്നുള്ള സാധാരണപ്പെട്ട ആളുകൾ മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ 69 വർഷക്കാലം ഈ നാട് ഭരിച്ച ഇടത് വലത് മുന്നണികൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? കേരളത്തിനകത്തുള്ള നേരത്തെ എൻ്റെ ബഹുമാനായിട്ടുള്ള പാനലിസ്റ്റ് UDFിൻ്റെ പ്രതിനിധി വളരെ ആവേശത്തോടു കൂടി പറഞ്ഞല്ലോ, ഇവിടുത്തെ ചെറുപ്പക്കാരെല്ലാം വന്ന് തെരുവിൽ ശവപ്പെട്ടി ഉണ്ടാക്കിയും അതുപോലെ പുല്ലുവാരി തിന്നും അതുപോലെ മുട്ടിലിഴഞ്ഞും മുടിമുറിച്ചും സമരം ചെയ്യേണ്ട ഗതികേടിലേക്ക് കേരളത്തിലെ യുവാക്കളെ കഴിഞ്ഞ 69 വർഷം ഭരിച്ച ഇടതു വലത് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ദീർഘവീക്ഷണമില്ലായ്മയല്ലേ അവരെ ഇന്ന് കേരളത്തിൻ്റെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ മുട്ടിലിഴയാൻ പ്രേരിപ്പിച്ചത്? ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് 2 പേർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുമോ? അങ്ങനെ നമ്മൾ സമഗ്രമായി പരിശോധിച്ചാൽ കേരളത്തിനകത്ത് കഴിഞ്ഞ 69 വർഷക്കാലമായി കേരളത്തെ തകർത്ത, കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളെ തകർത്ത, കേരളത്തിൻ്റെ യുവാക്കളുടെ സ്വപ്നത്തെ തകർത്ത, കേരളത്തിലെ വീട്ടമ്മമാരുടെ സ്വപ്നത്തെ തകർത്ത, കേരളത്തിൻ്റെ സർവ്വ മേഖലകളെയും തകർത്ത, കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം ഇങ്ങനെ തുടങ്ങി കേരളത്തിന് അഭിമാനിക്കാൻ വകയുണ്ടായിരുന്ന എല്ലാ മേഖലകളെയും തകർത്ത ഇടതു വലത് മുന്നണികളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് അറുതി കുറിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. BJP
കൃത്യമായ രാഷ്ട്രീയം കഴിഞ്ഞ ഒരു വർഷം മുൻപ് തന്നെ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യപ്പണക്കം കാണിക്കും മാതിരി തുടങ്ങിയ വർക്കല്ല. നമ്മൾ 2025 മാർച്ച് മാസത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ ലക്ഷ്യം വികസിത കേരളമാണ്. വികസിത കേരളത്തിന് അനുസൃതമായി കേരളം വളരണം. കേരളം എങ്ങനെ വളരണം? കേരളം പക്ഷങ്ങളില്ലാത്ത, പക്ഷാഭേദങ്ങളില്ലാത്ത രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ടേക്ക് പോകണം. കേരളത്തിൽ വികസനത്തിന് അതിന് ഇടത്തേക്കോ വലത്തേക്കോ ചെയ്യുന്നതല്ല, നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന വികസനം ഉണ്ടാവണം. കേരളത്തിൽ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഏതെങ്കിലും പാർട്ടിയുടെ കൊടി പിടിച്ചതുകൊണ്ട് മാത്രം അവന് ജോലി കിട്ടുമെന്ന സാഹചര്യം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അധ്വാനിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് അർഹതപ്പെട്ട ജോലി ലഭ്യമാവണം. അതിനവൻ ഏത് പാർട്ടി എന്നുള്ളത് ചോദ്യമേ അല്ല. അതുപോലെ തന്നെ കേരളത്തിനകത്ത് സാധാരണപ്പെട്ട അമ്മമാർക്ക് അവരുടെ വീട്ട് സാധനങ്ങൾ വാങ്ങുമ്പോൾ അവർക്ക് വിലക്കുറവിൽ അത് കിട്ടണം. അതിന് വിലക്കയറ്റമില്ലാത്ത കേരളമായി കേരളം മാറണം. അതുപോലെ കേരളത്തിൻ്റെ സർവ്വ മേഖലകളിലും സ്പർശിക്കാൻ സാധിക്കുന്ന, കേരളത്തിൻ്റെ സർവ്വ മേഖലകളെയും ഉത്തേജിപ്പിക്കാൻ കഴിയുന്ന കേരളത്തിൻ്റെതായ വികസന മോഡൽ കേരളത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ പറയണം. അത് കേരളത്തിനകത്ത് 69 വർഷം കേരളത്തെ മുടിച്ച ഇടത് വലത് മുന്നണികൾക്കല്ല അതിന് സാധിക്കുക കേരളത്തിനകത്ത്, രാജ്യത്തിനകത്ത് വലിയ വികസനത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ച ഒരു കാലഘട്ടത്തിൽ മിസോറാമിലേക്ക് ട്രെയിൻ പോകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിരുന്ന, എന്തുകൊണ്ട് ചൈന ബോർഡറുകളിൽ നമ്മൾ റോഡ് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അവിടെ റോഡ് ഉണ്ടാക്കിയാൽ അത് മികച്ചതാവില്ല എന്നും അവിടെ ഭയങ്കര പാടാണ് എന്നും പറഞ്ഞിരുന്ന രാജ്യരക്ഷാ മന്ത്രിയിൽ നിന്ന് ഇന്ന് എയർ സ്ട്രിപ്പുകളടക്കം ഈ പറയുന്ന ചൈനീസ് മേഖലകളിൽ ഉണ്ടാക്കാൻ നട്ടലിനുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയും ആ പ്രധാനമന്ത്രിയുടെ പാർട്ടിയും ഇന്ന് ഭാരതം ഭരിച്ചു കാണിക്കുമ്പോൾ ആ വികസന മോഡൽ പിന്തുടർന്നുകൊണ്ട് കേരളത്തിനകത്ത് സാധാരണപ്പെട്ട ജനങ്ങൾ BJPക്കൊപ്പം വരും. ആ BJPക്കൊപ്പം വരുന്ന ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ള രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയാണ് ഈ പറയുന്ന ഇടത് വലത് മുന്നണികളുടെ ഡീൽ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത്. അത് കേരളം കൃത്യമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഡീൽ എന്ന വാക്ക് ഉച്ചരിക്കാതെ അവർ പിന്നോട്ടേക്ക് പോകുന്നത്. ശരി, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടത്. എന്തായാലും വിജയ വഴി എന്ന് പറയുന്നത് വികസനത്തിന്റെ പാത തന്നെയാണോ എന്ന് തന്നെയാണ് അറിയേണ്ടത്.